ബാല അറാബിയുൻ ഫി മസ്ജിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരു അറാബി മൂത്രമൊഴിച്ചു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത നിലപാട്? എല്ലാവരും മൂപ്പരെ ഓടിക്കാൻ നോക്കിയപ്പോൾ വിട് വിട് എല്ലാ ദിവസവും മൂപ്പര് ജനറൽ ബോഡിക്ക് എന്താ പറഞ്ഞത്? അളപ്പിച്ചു എന്താ ഒഴിച്ചോട്ടെ. എന്തൊഴിച്ചോട്ടെ? ജ്യൂസല്ല, മൂത്രം. എവിടെ? നമ്മളെ നാട്ടിലെ പള്ളിയിലല്ലോ. ഏത് പള്ളിയിലായാലും പ്രശ്നം തന്നെയല്ലേ, മസ്ജിദുൻ നബവിയിൽ അല്ലേ? അപ്പൊ ഈ മൂത്രം കണ്ട ഒരു മിനിറ്റ് എന്തായാലും മൂത്രം ഒഴിക്കുന്ന നോക്കി നിൽക്കൂലോ. ഇല്ല, ഇങ്ങോട്ടൊക്കെ ആയിരിക്കുമല്ലോ നിൽക്കുമല്ലോ അല്ലേ? ഈ നിൽക്കലിന്റെ പേരാണ് ദഅവത്ത്, ക്ഷമയോടെ നിൽക്കൽ. ഇതിന്റെ പേരാണ് ദഅവത്ത്. ഇത് 110 പേർക്ക് കഴിയൂല. കല്യാണ വീട്ടിൽ നിന്ന് അടിച്ച് പിരിയുന്നല്ല കൊണ്ടാണ്. 110 പേർക്ക് കഴിയൂല. ഇങ്ങനെ എന്തിനാണ് തങ്ങൾ അത് ചെയ്തത്? 2 കാരണത്തിനാണെന്ന് ഷർഹ് മുസ്ലിമിലുണ്ട്. ഒന്ന്, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ഓടിച്ചാൽ പള്ളി മൊത്തം മൂത്രവും. ഒരാളെ വീട്ടിൽ ഗാനമേള നടന്നിട്ട് ജുമാക്ക് ശേഷം പ്രസംഗിച്ച നാട്ടുകാർ മൊത്തം അറിയും. അത് ആടെ അറിയുമായിരുന്നു, ഇത് നാട്ടുകാർ മൊത്തം അറിയും. സെക്കൻഡ് വൺ, അതൊക്കെ നെല്ലിക്കുത്ത് ഉസ്താദ് കള്ളുകൂടി എൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയിട്ട് നന്നാക്കാൻ ഉപദേശിച്ച പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 110കളാണ് പല മഹല്ലുകളിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ ഉള്ള പോലെ പറയൂ, മുട്ട പൊഴിഞ്ഞത് വായിലിട്ട പോലത്തെ ഡയലോഗാണ്. അതിനും നമ്മൾ നിൽക്കുക ക്ഷമയോടെ ദഅവത്ത് എന്ന അർത്ഥത്തിൽ ചിന്തിച്ചിട്ട് ചെയ്യണം. ഒരു ചെറുപ്പക്കാരൻ്റെ പെയിന്റ് താണിട്ടുണ്ട്. നീ എല്ലാം ദശസപ്പെടാന്ന് വെച്ചാൽ ഒന്നാളെ സദഫിലും ഉണ്ടാവില്ല, പെയിന്റ് മേലെ ആക്കുകയും ചെയ്യില്ല. ഓനോട് പറയേണ്ടത് നല്ലോണം തിന്നലുണ്ടെന്ന് തോന്നുന്നു. എന്ത് തിന്നൽ? കൊടലെല്ലാം വലുത്. അതിന് കൊടലൊന്നുമില്ല. കൊടല് വലുതായോണ്ടായിരിക്കുമല്ലോ പാൻറ്റിൽ അത് അറിയാണ്ട് താണ് പോയതാ. എന്ത് രസമുണ്ടത്. അങ്ങനെയല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. രണ്ടാമത്തെ കാരണം, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താൽ മൂപ്പര് മരണം വരെ മൂത്രസംബന്ധിയായ അസുഖത്തിന് സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആക്ഷൻ എടുത്താൽ ഖിയാമത്ത് നാൾ വരെ അയാൾ നമ്മളെ പള്ളിയിലേക്ക് കയറൂല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മയത്തോടുകൂടി സോഫ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ റിജിഡായിട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഉപകാരമുണ്ട്.